ഹലോ കൂട്ടുകാരെ, ഹായ്. എൻ്റെ പേര് ജോസ്വിൻ. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ എൻഗേജ്മെൻറ്റ് മാനേജറാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തവണ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് 2 കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് ആയിട്ടാണ്. ഇവരുടെ പേര് പറയുന്നത് നിങ്ങൾക്കറിയാം, സച്ചിനും അസറും. ഇവർ നിങ്ങളെ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ കുറേ കാര്യങ്ങൾ ചോദിക്കാനും ഇവരെങ്ങനെയാണ് ഇങ്ങനെ കളിച്ചിവിടം വരെ എത്തിയെന്ന് അറിയാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ ആരാണ് ഇവരോട് ചോദിക്കാൻ പോകുന്നത്? ഈ ഫീൽഡിൽ എങ്ങനെ എത്തിപ്പെട്ട് തുടക്കം എങ്ങനെയായിരുന്നു ഇതിൻ്റെ? ഞാൻ ഒരു 6-7 വയസ്സുള്ളപ്പോൾ തൊട്ട് തുടങ്ങിയതാ അക്കാഡമിയിൽ ട്രെയിനിങ് പോകാൻ. അപ്പോൾ ഫസ്റ്റ് നോർമലി നിങ്ങൾ കളിക്കുന്ന പോലെ ഫുട്ബോൾ മാത്രം കളിച്ച് ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഗോൾ കീപ്പിംഗ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജില്ലാ ടീമിൽ കളിച്ചു, തൃശ്ശൂർ ജില്ലാ ടീമിൽ കളിച്ചു, പിന്നെ കേരള ടീമിൽ കളിച്ചു. ഓരോ ഏജ് ഗ്രൂപ്പ്, അതായത് അണ്ടർ 10, 12, 14, 16, പിന്നെ 18, അങ്ങനെ സീനിയർ ടീം തൃശ്ശൂർ ടീമിൽ കളിച്ചു. അങ്ങനെ സ്റ്റെപ്പായി എല്ലാം കളിച്ചിട്ട് പിന്നെ നാഷണൽ ടീമിനും കളിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിലേക്ക് വരുന്നത്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൽ വന്നിട്ട് റിസർവ് ടീമിൽ നന്നായി പെർഫോം ചെയ്തപ്പോൾ അവർ സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ഓരോരോ ഘട്ടമായിട്ടാണ് ഇവിടെ സീനിയർ ടീമിലേക്ക് എത്തിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ. അപ്പോൾ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഇങ്ങനെ ചാൻസ് ഇപ്പോൾ കൂടുതൽ ചാൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ അക്കാഡമികളും ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്ത് നന്നായി എന്താ പറയുക 100% ഹാർഡ് വർക്ക് ചെയ്താൽ ഞങ്ങളിപ്പോൾ ബ്ലാസ്റ്റേഴ്സിലുള്ള പോലെ നിങ്ങൾക്കും ഭാവിയിൽ എത്താൻ സാധിക്കും. നിങ്ങളുടെ ബ്ലാസ്റ്റേഴ്സിക്ക് മുമ്പും ബ്ലാസ്റ്റേഴ്സിക്ക് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ബ്ലാസ്റ്റേഴ്സിക്ക് വരാനായിട്ട് മുന്നേ എന്താ പറയുക, നമുക്ക് ഫാൻ സപ്പോർട്ടും ഇതൊന്നും ഇത്ര ഇപ്പോൾ കിട്ടണ പോലെ ഫാൻ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സിക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്ര ഫാൻസിൻ്റെ സപ്പോർട്ടും, അതായത് ഇങ്ങനത്തെ ഫാൻസിൻ്റെ സപ്പോർട്ട്, പിന്നെ എല്ലാ ഫാൻസിന് സപ്പോർട്ട് കൂടുമ്പോൾ നമുക്ക് പ്രഷറും കൂടും, മാച്ച് പ്രഷർ. പുറത്താകുമ്പോൾ നമുക്ക് അങ്ങനെ പ്രഷർ ഉണ്ടാവാറില്ല. അതായത് നമുക്ക് നമ്മുടെ ബാക്കിൽ ആരും, അതായത് ഇങ്ങനെ എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കിൽ ആരും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്കധികം പ്രഷർ വരില്ല. ഇതിപ്പോൾ നമ്മളെ ആശ്രയിച്ച് കുറേ പേര് നമ്മുടെ ബാക്കിൽ ഫാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ പ്രഷർ വരും കളിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഒരു 60,000, 50,000 ആൾക്കാരുടെ മുന്നിലാണ് കളിക്കുക. അപ്പോൾ അത് വളരെയധികം വ്യത്യാസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് നമ്മൾ മുമ്പ് ഉള്ള ടൈമിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ എന്ന സാധനമുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം നമുക്ക് എന്തായാലും കളിക്കണം. ഇപ്പോൾ ഫാൻസിന് അണ്ടറിലായാലും നമുക്ക് എന്തായാലും ഫുള്ള് കൊടുക്കണം. ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു ഇതുണ്ടാവും. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ്. അതിന് ഉത്തരം പറയുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കുറച്ച് സമ്മാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിക്കാം, നിങ്ങൾ ആരൊക്കെ ഉത്തരം പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ചോദിക്കട്ടെ, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചാരാ? ഡിമിട്രോസ്. നമ്മുടെ ഇപ്പോഴത്തെ ഹെഡ് കോച്ചിന്റെ പേരെന്താ? ഡേവിഡ് കട്ടാല. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം സ്റ്റാർട്ട് ചെയ്ത കൊല്ലം? 2014. നമ്മുടെ ക്ലബിൽ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ നമ്മുടെ ക്ലബിൽ കോറോസി. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ISL ഫൈനലിൽ എത്ര പ്രാവശ്യം കളിച്ചിട്ടുണ്ട്? അപ്പോൾ താങ്ക് യു ഓൾ. നിങ്ങളെല്ലാവരും ഇപ്പോൾ നമ്മുടെ ഇനിയുള്ള മത്സരങ്ങൾ സെപ്റ്റംബറിൽ തുടങ്ങുമ്പോൾ കാണുക. കീപ് സപ്പോർട്ടിങ് ദ ക്ലബ്. താങ്ക് യു സോ മച്ച്.